നമസ്കാരം. നമ്മുടെ മറ്റേ എക്സ് മിലിറ്ററി അണ്ണനില്ലേ, അണ്ണൻ പുലിവാല് പിടിച്ചിരിക്കുക കേട്ടാ. കഴിഞ്ഞ ദിവസങ്ങളിൽ അണ്ണൻ നടത്തിയിട്ടുള്ള പ്രസ്താവനകളെല്ലാം അയാളെ എടുത്തിട്ട് അങ്ങോട്ട് ഏറിലോട്ട് വിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. നമ്മുടെ ലാലേട്ടൻ്റെ മകൾ വിസ്മയുടെ ഒരു സിനിമ ഇപ്പം തിയേറ്ററിലേക്ക് റിലീസിന് വരാൻ പോവാണ്. ഈ ഓഗസ്റ്റ് 7-ാം തീയതിയാണ് സിനിമ റിലീസ് ചെയ്യുന്നത്. അപ്പോൾ ഈ സിനിമയെ ബഹിഷ്കരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ചില മരവാണം പൊട്ടന്മാർ, അതാരാണ് എന്നുള്ളത് ഞാൻ പറയാതെ ഈ വീഡിയോ കാണുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും. ലവന്മാർ ഒരു പ്രത്യേക സ്ഥലത്ത് പോയി പരിശീലനമൊക്കെ നേടുന്നവന്മാരുണ്ടല്ലോ, ഇവന്മാർ വന്നിട്ട് പറഞ്ഞ് ഈ സിനിമ അങ്ങോട്ട് ബഹിഷ്കരിക്കണം. കാരണം എന്താണ്? രാജ്യത്തിനെതിരായിട്ട്, രാജ്യത്തെ തീവ്രവാദികൾക്ക് അനുകൂലമായിട്ട് പ്രസ്താവന നടത്തിയിരിക്കുന്നു മലയാളത്തിൻ്റെ ദ കംപ്ലീറ്റ് ആക്ടർ ലാലേട്ടൻ്റെ മകൾ എന്നാണ് ഇവന്മാർ വന്നിട്ട് കുരച്ചത്. ഇത് കേട്ടപ്പോഴത്തേക്ക് ഈ ലാലേട്ടൻ്റെ വാലയെ തൂങ്ങി നടന്ന് 3-4 സിനിമ ചെയ്ത് ഈ ഒരു വേട്ടാവളിയൻ പലരുടെയും കഥകൾ മോഷ്ടിച്ചിട്ടുണ്ടെന്നൊക്കെയാണ് പറയുന്നത് കേട്ടോ. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് കുറേ വാർത്തയൊക്കെ വരുന്നുണ്ട്. ഇങ്ങനെ വന്നിട്ട് ലാലേട്ടൻ്റെ മകളെ കുറിച്ചിട്ട് ഒരു പ്രസ്താവന നടത്തി. ഇതിനെതിരായിട്ട് ഒരക്ഷരം പോലും ഇതുവരെ നമ്മുടെ ലാലേട്ടൻ മിണ്ടിയിട്ടില്ല കേട്ടോ. പക്ഷേ കേരളത്തിലെ നല്ലവരായിട്ടുള്ള ജനങ്ങൾ അടിച്ച് ലെവൻ്റെ അണ്ണാക്കി കയറ്റി കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ശാന്തിവിള ദിനേശനില്ലേ, ഒരു കിടുക്കാച്ച് മറുപടി കൊടുത്തിട്ടുണ്ട്. കേൾക്കാതെ പോകരുത്. പക്ഷെ മറ്റൊരു രസകരമായിട്ടുള്ള സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സമൂഹ മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയയിലും ഈ വിവരക്കേടിനെതിരെ ഇവിടുത്തെ നല്ലവരായിട്ടുള്ള ജനങ്ങൾ മാമനെ അടിച്ചങ്ങോട്ട് എയറിലോട്ട് വിട്ടപ്പം മാമൻ അടുത്തൊരു പ്രസ്താവനയായിട്ട് വന്നു. ഏതാ? ഞാൻ പച്ചക്കറി മാർക്കറ്റിൽ നിന്നല്ല വന്നത്, ഞാൻ വന്ന സ്ഥലം വേറെയാണെന്ന്. സത്യത്തിൽ ഇപ്പോൾ പച്ചക്കറി അസോസിയേഷനിലുള്ള ആൾക്കാരെല്ലാം കൂടെ മാമനെതിരെ തിരിഞ്ഞിരിക്കുക. കാരണം ലക്ഷക്കണക്കിന് വരുന്ന തൊഴിലാളികളെ ഇവൻ ഈ ഒരൊറ്റ പ്രസ്താവനയിലൂടെ അധിക്ഷേപിച്ചു എന്നാണ് അവർ പറയുന്നത്. തീർച്ചയായിട്ടും അതൊരു അധിക്ഷേപം തന്നെയല്ലേ. ലെവൻ എവിടെ നിന്നാണ് വന്നതെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. പക്ഷേ ഇവൻ എങ്ങോട്ടാണ് പോയതെന്നുള്ളതാണ് പിന്നീട് ആൾക്കാർ ചിന്തിക്കേണ്ടത്. അവിടെ പോയതുകൊണ്ടാണ് ഇവൻ ഇങ്ങനെയൊക്കെ സംസാരിക്കേണ്ടിയും വന്നത്. നമുക്കെന്തായാലും വാർത്ത ഒന്ന് കണ്ടു നോക്കിയാലോ. രാജ്യസ്നേഹം, ഇവൻ്റെയൊക്കെ കുടുംബവകയാണ് രാജ്യസ്നേഹം. നമ്മൾ ജനിച്ചു വളർന്ന നാടിനോട് നമുക്ക് സ്നേഹമില്ലേ? ഇവനൊക്കെ അധികാരത്തിൽ വന്ന പള്ളിക്കൂടത്തിൽ പോയിട്ടില്ലാത്തവന്മാർ ഭരിക്കുമ്പോൾ മാത്രമാണ് രാജ്യസ്നേഹം വരുന്നത്. എന്നിട്ട് പറയുക വിസ്മയ അഭിനയിച്ച സിനിമ വന്നാൽ ഞങ്ങൾ കാണില്ല. നേടാ 40-42 വർഷമായി മോഹൻലാൽ സിനിമയിൽ വന്നിട്ട്. അന്ന് നീയൊക്കെ സിനിമ കണ്ടിട്ടല്ല മോഹൻലാൽ താരമായി വളർന്നത്. അയാൾ അഭിനയിക്കുന്നതിൻ്റെ അത്ഭുതം കണ്ട് സ്ക്രീനിൽ കണ്ടാണ് ആളുകൾ തിയേറ്ററിൽ കയറുന്നത്. നിന്റെ ഒന്നും ഒരു ഓശാരും വേണ്ട, നീ ഒന്നും സിനിമ കാണണ്ടെന്ന് എമ്പുരാൻ വന്നപ്പോഴും പറഞ്ഞു ഞങ്ങൾ കാണൂലെന്ന്. എടാ, നിന്നെയൊക്കെ ആരെങ്കിലും സിനിമ കാണാൻ വിളിക്കുന്നുണ്ടോ? വേറെ പണി നോക്കടാ ചാണക തലയന്മാരെ. തൻ്റെ ഉണക്ക പാർട്ടിയെ പിന്തുണച്ചാൽ മാത്രമേ രാജ്യസ്നേഹം വരുള്ളൂ. എനിക്ക് ഒരുപാട് ചൊറിഞ്ഞു വരുന്നു മേജറെ. വൃത്തികെട്ട വർത്താനം പറയുന്നതിനൊക്കെ ഒരു മരുന്ന്, ഒരു എന്താ പറയുക, അതിർവരമ്പ് വേണം. പൊളിച്ചല്ലേ, ഇങ്ങനെ വേണം മറുപടി കൊടുക്കുക അല്ലേ. ഇതും കൂടെ ഒന്ന് കേട്ടോ. ഈ മേജർ രവിക്കെതിരെ പ്രതിഷേധവുമായി പച്ചക്കറി കച്ചവടക്കാരുടെ സംഘടന. എന്താണ് കാര്യം എന്ന് വെച്ചാൽ, ഞാൻ ഇറങ്ങി വന്നത് പട്ടാളത്തിൽ നിന്നാണ്, അതല്ലാതെ പച്ചക്കറി മാർക്കറ്റിൽ നിന്നല്ല എന്നുള്ള മേജർ രവിയുടെ പരാമർശമാണ് വിവാദത്തിന് അടിസ്ഥാനം. മേജർ രവിയുടെ വാക്കുകൾ പച്ചക്കറി മേഖലയെ വേദനിപ്പിച്ചു എന്നാണ് കേരള വെജിറ്റബിൾ മർച്ചന്റ് അസോസിയേഷൻ പറയുന്നത്. പ്രസ്താവന പിൻവലിച്ച് മാപ്പ് പറഞ്ഞില്ലെങ്കിൽ നിയമ നടപടിയുമായി മുന്നോട്ട് പോകുമെന്നും വ്യാപാരികൾ പറയുന്നു. ബിനിൽ ലീല സാബു ഈ വാർത്തയുടെ കൂടെ വിശദാംശങ്ങൾ നമുക്ക് നൽകും. ബിനിൽ, നിലവിൽ ഈ മേജർ രവി എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതാണല്ലോ അവസ്ഥ. CJPയുടെ ഡൽഹിയിലെ സമരവുമായി ബന്ധപ്പെട്ട് പല വിവാദ പരാമർശങ്ങളും മേജർ രവി നടത്തിയിരുന്നു. അതിനിടയിലാണ് ഇത്തരം ഒരു വിവാദ പരാമർശം അദ്ദേഹം നടത്തിയത്. അത് ചില ഓൺലൈൻ മാധ്യമങ്ങളിൽ കാർഡുകളായും അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങളൊക്കെ വരികയും ചെയ്തു. ആ ശ്രദ്ധയിൽപ്പെട്ട ഉടനെയാണ് കേരള വെജിറ്റബിൾ മർച്ചന്റ്സ് അസോസിയേഷൻ അതിൽ പ്രതിഷേധവുമായി ഇപ്പോൾ രംഗത്തേക്ക് വന്നിട്ടുള്ളത്. മേജർ രവി പറഞ്ഞത് ഇപ്രകാരമാണ് എന്നാണ് ഈ KVMA പറയുന്ന ഒരു കാര്യം. ഞാൻ ഇറങ്ങി വന്നത് പട്ടാളത്തിൽ നിന്നാണ്, അല്ലാതെ പച്ചക്കറി മാർക്കറ്റിൽ നിന്നല്ല, അതാരും മറക്കേണ്ടതില്ല എന്നാണ് മേജർ രവി പറഞ്ഞത് എന്നാണ് ഈ മർച്ചന്റ്സ് അസോസിയേഷൻ, പച്ചക്കറി വ്യാപാരികളുടെ സംഘടന പറയുന്നത്. അതുകൊണ്ട് ലക്ഷോപലക്ഷം ആളുകൾ ജീവിക്കുന്ന അല്ലെങ്കിൽ പണിയെടുക്കുന്ന മേഖലയാണ് ഈ വെജിറ്റബിൾ മാർക്കറ്റ്, പച്ചക്കറി മേഖലയിൽ. അങ്ങനെ നിരവധി ആളുകൾ അതുകൊണ്ട് ജീവിക്കുന്ന ആളുകളുണ്ട്. അവരെയൊക്കെ അപമാനിക്കുന്ന രീതിയിലാണ് ഈ പരാമർശം മേജർ രവി നടത്തിയിട്ടുള്ളത്. അത് അങ്ങേയറ്റം പ്രതിഷേധാർഹമാണെന്ന് ഈ അസോസിയേഷന്റെ ഭാരവാഹികൾ പറയുന്നു. അവരുടെ ആവശ്യം ഈ പ്രസ്താവന പിൻവലിക്കും. നിങ്ങൾ കേട്ടല്ലോ അല്ലേ? കോടതി ഇപ്പം ഉത്തരവിട്ടിട്ടുണ്ട് കേട്ടോ. ഇയാൾ ഏതൊരു കഥ മോഷ്ടിച്ചതിന്റെ പേരിൽ അതിന്റെ പകർപ്പവകാശവും 1 ലക്ഷം രൂപയും ഈ ആൾക്ക് കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഫ്രോഡ് തരം കാണിക്കുന്ന ഒരു ഫ്രോഡ് എക്സ് മിലിറ്ററി. സത്യത്തിൽ ഇയാളെ ആ പേര് ചേർത്ത് വിളിക്കാൻ പോലും കൊള്ളത്തില്ല. നമ്മുടെ ശാന്തിവിള ദിനേശൻ കൊടുത്ത മറുപടിയാണ് മാസ് കിഡിലൻ. കാരണം ഇങ്ങനെ വേണം മറുപടി കൊടുക്കേണ്ടത്. ഇതുപോലെ ചാണകം തലയിൽ കയറിയ വേട്ടാവളിയന്മാരൊക്കെ എന്താണ് പറയേണ്ടത്? ഇപ്പോൾ ലാലേട്ടൻ ഏതാണ്ട് ഒരു പുതിയ സിനിമയ്ക്കകത്ത് അഭിനയിക്കാൻ പോകുന്നുള്ളൊക്കെ പോസ്റ്റൊക്കെ ഇയാൾ പങ്കുവെക്കുന്നുണ്ട്. ഇയാൾ ഒരൊറ്റ ഒരാളാണ് ഈ കഴിഞ്ഞ നമ്മുടെ വയനാട് ദുരന്തം ഉണ്ടായ സമയത്ത് ലാലേട്ടൻ മിലിറ്ററി ഡ്രസ്സിൽ വരുമ്പോഴത്തേക്കും ഇവൻ പോയിട്ട് മറ്റേ സെൽഫി എടുത്തിട്ട് സോഷ്യൽ മീഡിയയിലിട്ട് പബ്ലിഷ് ചെയ്തത്. അവിടെ ലാലേട്ടൻ പോയത് സ്റ്റേജ് പ്രോഗ്രാമിനാണല്ലോ. അപ്പോൾ ഇയാൾ ഇതെടുത്തിടണമെന്നുണ്ടെങ്കിൽ ഇയാളൊരു പട്ടാളക്കാരനാണെന്ന് പറയുമ്പോഴത്തേക്ക് ഇയാൾക്ക് എത്രത്തോളം ബോധമുണ്ട് എന്നുള്ളത് കേരളത്തിലെ ഇവിടുത്തെ നല്ലവരായിട്ടുള്ള ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവരെ പോലുള്ളവർ
ഇങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ എന്താ പറയുക പറയിപ്പിക്കാൻ വേണ്ടി നടക്കുന്നതാണ്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കി പിന്മാറി പോകേണ്ടതാരാണ് ഇവരല്ലേ. ഇങ്ങനെ മകൾക്കെതിരെ ഒരു പരാമർശം നടത്തുമ്പോൾ അതിനാദ്യം പ്രതികരിക്കേണ്ടത് ആരാണ്? സ്വന്തം അച്ഛനല്ലേ. പുള്ളി പ്രതികരിച്ചിട്ടില്ല ഇതുവരെ. ചില പോസ്റ്റുകളൊക്കെ ഇവർ ഫാൻസുകാർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇടുന്നുണ്ട്. ഒഫീഷ്യൽ പേജിലൂടെ നിങ്ങൾ പറഞ്ഞത് വൃത്തികേടാണ് എന്ന് പറയാനായിട്ടുള്ള ആർജവം ഈ പറയുന്ന നമ്മുടെ അണ്ണനില്ലാണ്ടായിപ്പോയി. എന്ത് ചെയ്യാനല്ലേ, സഹിക്കുക. അപ്പം നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കുക. നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. ബൈ.